അത് അൻവറോട് തന്നെ ചോദിക്കണം. അതൊക്കെ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയ നടപടി ശരിയല്ല എന്നുള്ളത് വി.ഡി. സതീശനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയ നടപടി ശരിയല്ല എന്ന്. അപ്പോൾ പിന്നെ ഇതാണവർ വേറെ ആരെങ്കിലും അവർ കേന്ദ്രത്താണെങ്കിൽ നടത്തുമോ? ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അൻവറിനെ ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അൻവറിനെ പുറത്താക്കിയിട്ടില്ല. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപേക്ഷിച്ചതാണ്. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപേക്ഷിച്ചപ്പോൾ പിന്നീട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു. CPM തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമായിരുന്നു അൻവർ. അപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉയർത്തിയപ്പോൾ എടുക്കുന്ന നിലപാടിനെക്കുറിച്ച് നേരിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനാർക്കാ ഉത്തരവാദിത്വം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPMനോ ഒരു ഉത്തരവാദിത്വവും അൻവർ വിട്ടുപോയതിനില്ല. അൻവറിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങളത് അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു നിലയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ നടത്താനോ എന്തെങ്കിലും രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്താനോ ഒന്നും ഞങ്ങളില്ല. അയാൾ മത്സരിക്കട്ടെ. ഒരു അഭ്യൂഹം നിലമ്പൂരിലാകെ തന്നെ ഉള്ളതാണ്. പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അൻവർ ഇടത് പക്ഷ മുന്നണിയെയോ അല്ലെങ്കിൽ CPMനെയോ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്, സ്റ്റേറ്റിലെ കൺവീനറാണ്. എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഒന്ന്. പിന്നെ CPMൻ്റെ ഭാഗത്തും ഇങ്ങനെ ഒരു ബന്ധം ആ നിലയിൽ ഉയർന്നു വന്നിട്ട്. ഞാൻ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. ഇതുവരെയൊക്കെ അതായിരുന്നു, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം, ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് ബന്ധമുള്ള ഒരാളാണ് അൻവർ. നിയമസഭയിൽ ഞങ്ങളൊക്കെ പല കാര്യങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അൻവറോട് ആ ഘട്ടങ്ങളിലൊക്കെ നല്ല ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിലങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPMോ കാരണം അതാണ് അദ്ദേഹം എടുത്ത നിലപാട്. ആ നിലപാടുമായിട്ട് ബന്ധപ്പെടുന്നിടത്തോളം കാലം അതുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക? വേണ്ട, LDF അയാൾ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. LDFനെ അയാൾ ഉപേക്ഷിച്ചതല്ലേ. ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹവുമായിട്ട് ഇനി ബന്ധപ്പെടേണ്ടതില്ല എന്നുള്ളത് LDF തീരുമാനിച്ചു. അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദിത്വം. TP ചന്ദ്രശേഖരൻ്റെ ഗതി തനിക്ക് വരും, അതുകൊണ്ട് തനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് മത്സരിക്കുന്നതെന്ന് പറയുന്നത്. എനിക്കറിയില്ല. TP ചന്ദ്രശേഖരൻ എന്താ ഇപ്പോൾ സംഭവിച്ചത്? അദ്ദേഹം കൊല ചെയ്യപ്പെട്ടല്ലേ? അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന് CPM അല്ലല്ലോ ഉത്തരവാദി. CPM ഒരിക്കലും അദ്ദേഹത്തെ കൊല ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ ആലോചന നടത്തി. ഞാനന്ന് CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ എനിക്കറിയാം, ഞാൻ അന്ന് തന്നെ നിലപാടെന്താണ്, ഈ പ്രശ്നത്തിലുള്ള നിലപാട് എന്ത് എന്നുള്ളത് ഞാൻ അന്ന് തന്നെ അതൊക്കെ അടഞ്ഞ അധ്യായമാണ്. ഇനി വെറുതെ അതിൻ്റെ പരാമർശങ്ങളിലേക്ക് ദയവേദിട്ട് നിങ്ങളും എടുത്ത് പോകണ്ട. അതൊക്കെ കഴിഞ്ഞ അത് വേറെ പ്രശ്നമല്ല. അദ്ദേഹത്തിനും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. വെറുതെ അത്തരം പ്രശ്നങ്ങളൊന്നും ഓർമ്മിപ്പിച്ച് പ്രശ്നത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഞങ്ങളതിനെക്കുറിച്ചൊന്നും വേറെ ഒന്നും പ്രതികരിക്കാൻ തയ്യല്ല. അതിൽ ഞാൻ എൻ്റെ CPMൻ്റെ നിലപാടെന്താണെന്നുള്ളത് അന്ന് തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് EDക്കെതിരായിട്ട് വിജിലൻസിൻ്റെ ആരോപണം വന്നാൽ അവർക്ക് ആ പരിശോധന നടത്താമല്ലോ. അതിന് വിജിലൻസിന് അധികാരമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ, അധികാരം. ഇപ്പോൾ സുപ്രീം കോടതി EDയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ അഭിപ്രായമില്ലേ കേരളത്തിന് മുമ്പിൽ? സുപ്രീം കോടതി പറഞ്ഞത് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇവർ അധികാര ദുരുപയോഗം നടത്തുകയാണ് എന്ന് പറഞ്ഞില്ലേ? ഇവർ അഴിമതിക്കാരാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ? ആ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ വിജിലൻസ് പരിശോധന നടത്തണ്ടേ? വിജിലൻസ് പരിശോധന നടത്തുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇതാണുള്ളത്. കേരളത്തിൽ ED ചെയ്യുന്നത് EDൻ്റെ ഒരു സ്വതന്ത്രമായ നിലപാടെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. BJP ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യാം ED. അവർ കൊടുക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഉദ്ദേശം CPMനെ തകർക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും EDയോ അതുപോലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയോ നടത്തുന്ന ഒരു ഭാഗത്ത് അവിടെ പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലും CPMനെതിരായിട്ട് വലിയ ആക്രമണം നടത്തുന്നുണ്ട്. അതുകൊണ്ടൊന്നും പാർട്ടിയെ പൊളിക്കാനൊന്നും കഴിയില്ല. പാർട്ടി ഒരു തരത്തിൽ ദേശാനും പോകുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ വളരെ തുറന്ന പുസ്തകം പോലെയല്ലേ പാർട്ടി.
ജനങ്ങൾക്കറിയാലോ എന്താണ് ഈ പാർട്ടി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇ ഡിയുടെ ഈ നിലപാടുകളോടൊക്കെ ഞങ്ങൾക്കുള്ളൊരു പൊതുപ്രതികരണം അതാണ്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല.